വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടല്ലാണ്ട് പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടിക്ക് ഓടാനാണ് പെട്രോളും ഡീസലൊക്കെ അടിക്കുന്നത്. മനുഷ്യൻ അതിൽ ഓടണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിക്കണം. ഇത് വേറെ ആരുമല്ല, ഫസ്മിന സക്കീർ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് സ്റ്റുഡിയോയിലെങ്ങാണ്ട് എന്തോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു വിഷയമാണ്. ഇങ്ങനെ പോണ വഴിക്ക് ഒരു കുടിയനായ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ കയറുന്നു. ശേഷം ഓട്ടോ ചേട്ടനും ഫസ്മിന സക്കീറും തമ്മിലുള്ള ഒരു സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി വീഡിയോ ആക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. കേരള പോലീസിനെ ടാഗ് ചെയ്ത് വീഡിയോ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റും കൂടി ചെയ്തേക്കാം. ഇനി നമുക്ക് ഓട്ടോ ചേട്ടൻ്റെ ചില കുരുത്തക്കേടിലോട്ട് പോവാം. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. എന്തൊരു അനുസരണല്ലേ, കള്ളുടിച്ചിട്ടാണ് ഓട്ടോ ചേട്ടൻ സത്യം മാത്രമേ പറയുള്ളൂ. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. കേട്ടോ, വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കി ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി ഇയാൾ എന്ത് ചെയ്യും? ചേട്ടൻ എന്ത് ചെയ്യാനാണ്? ചേട്ടൻ വണ്ടി ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ അതൊക്കെ ക്ലെയിം ചെയ്ത് ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടറെ കാണിച്ച് മോശമില്ലാത്തൊരു നഷ്ടപരിഹാരം നിങ്ങൾക്കും തന്നിട്ട് ചേട്ടൻ വീട്ടിൽ പോകും. സാധാരണ അതൊക്കെയാണല്ലോ നടക്കുന്നത്. അല്ലാണ്ട് പിന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പുള്ളിക്കാരെ സ്റ്റുഡിയോ എന്നായിരിക്കുമല്ലോ കേട്ടോ, സ്റ്റുഡിയോ എന്നായിരിക്കും. സ്റ്റുഡിയോ ആകുമ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, മുക്കിനും മൂലയ്ക്കും ഒരെണ്ണം ഉണ്ടാവുമല്ലോ. അതായിരിക്കും പുള്ളിക്കാരെ ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നത്. സ്റ്റുഡിയോ എന്താണെന്നൊന്നും അറിയാത്ത വ്യക്തിയായിരിക്കും എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുപുഴ ഒറ്റ സ്റ്റുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഇഷ്ട വിനോദം അങ്ങനെയായിരിക്കാം. ഇപ്പൊ കണ്ടിട്ടില്ലേ, ബസ് ഓടിക്കുന്ന ഡ്രൈവർമാര് മദ്യപിച്ച് ഓടിക്കുന്നവരെ കണ്ട്, ടൂ വീലറിൽ പോണ ആൾക്കാർ മദ്യപിച്ച് ഓടിക്കുന്നവരുണ്ട്, ഓട്ടോ ഡ്രൈവർമാരും മദ്യപിച്ച് ഓടിക്കുന്നവരുണ്ട്. അതൊക്കെ അവരുടെ വിനോദം, പണീൻ്റെ ഇടയ്ക്ക് ഒരു രസം. പക്ഷേ ഈ രസം വേറെ ആൾക്കാരുടെ കുടുംബം കലക്കിയിട്ടാണെന്ന് ഇവർക്കറിയാം. പക്ഷെ അവർക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ബോധമില്ല. താൽക്കാലിക സുഖം അതാണല്ലോ എല്ലാം. ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും പ്രൗഡായിട്ടാണ് അയാൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്ന തന്നെ വളഞ്ഞു മിക്കവാറും ഡീസലിന് പകരം അതിനകത്ത് മാറി ഒഴിച്ച് കാണണം സാധനം. അതാണ് വണ്ടി ഇങ്ങനെ വളഞ്ഞു പോണേ. അപ്പൊ തന്നെ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ പറയാം ഇല്ല കയറുന്നു. ചേട്ടന് ചെയ്യുന്ന ജോലിനോട് വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് താൻ ഇറങ്ങിയ സമയത്ത് കയറുന്നു പറഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി കയറ്റി തന്നെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നിട്ട് താനത് റിഫ്യൂസ് ചെയ്തില്ലേ? വണ്ടി കയറിയില്ലേ, അപ്പൊ തന്നെ ഈ വീഡിയോ എടുത്തു അവസാനിപ്പിച്ചു. ആളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. KL 38 പിന്നെ നിന്റെ പുള്ളിക്കാരൻ ബഹിരാശത്ത് കൂടെ മാത്രം ഓടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. KL 38 ബഹിരാകാശ നമ്പറാണ്, ഇവിടെ ഇതൊന്നുമല്ല. എന്താണ് ഒരാളങ്ങനെ ചന്നം പിന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിലൊരു കഴമ്പ് കൊണ്ടടേ. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാം. നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി പേര് ഇതേമാതിരി മദ്യപിച്ച് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഇതേമാതിരി എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചു കുത്തി കയറി നിങ്ങളുടെ ലൈഫിന് അത് ആപത്തായിരിക്കും, നിങ്ങളുടെ വീട്ടുകാർക്ക് അത് ഭയങ്കരധികം നഷ്ടമായിരിക്കും. വളർന്നു വരുന്ന മക്കളുണ്ടെങ്കിൽ അവർ അച്ഛനില്ലാണ്ട് മാതാപിതാക്കളില്ലാണ്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ റൂട്ടിൽ കൂടെ പോകുന്ന ഏതെങ്കിലും പാവങ്ങളുടെ നെഞ്ഞത്തോട്ട് കയറി അവർ തീരും. എന്തിനാണ് നിങ്ങൾ കാരണം മറ്റൊരാളുടെ കുടുംബം തുലയ്ക്കുന്നത്? ഇനിയിപ്പോൾ പോട്ടെ, നിങ്ങളുടെ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്, തെറ്റാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ഓടിച്ചിട്ട് ആ വണ്ടി എവിടെയും മറിഞ്ഞു വീണിട്ട് അതിൽ പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? പറ്റിയ ആൾക്കാർക്കും അവരുടെ വീട്ടുകാർക്കാണ് നഷ്ടം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ കാരണം മറ്റൊരാളുടെ കുടുംബം കൂടെ തൊലയാന്ന് പറയുന്നത് എത്ര വലിയ കഥയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തിനാണ് ആൾക്കാരെ കൊലക്കി കൊടുക്കുന്നത്? നിങ്ങൾക്ക് മദ്യപിക്കാന്ന് പറയുന്ന കാര്യം ജോലി സമയം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന് മദ്യപിച്ചുകൂടെ? അല്ലെങ്കിൽ പറഞ്ഞ പോലെ ജോലിക്ക് വരാതെ വീട്ടിലിരുന്ന് മദ്യപിച്ച് തൊട്ട് ജോലിക്ക് ഇറങ്ങിക്കൂടെ? അതല്ലാണ്ട് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തോരം ആൾക്കാർക്ക് ഭീഷണിയാണ്, എന്തോരം ആളുകളുടെ ജീവന് ഭീഷണിയാണത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ശരിയായ കാര്യമാണോ? ഈ കാര്യങ്ങളിലൊക്കെ ആ പുള്ളിക്കാരി പറഞ്ഞ വളരെ ശരിയായ കാര്യമാണ് കേട്ടോ. ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആർക്കെ എന്ത് പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലൈസൻസ് കട്ട് ചെയ്യുക, ഇയാൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുക. ഇപ്പം ഇയാൾ ഓട്ടോ ഓടിച്ചിട്ടാണ് ആ കുടുംബം മുമ്പോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വല്ല കൗൺസിലിങ്ങോ ബോധവൽക്കരണമോ മറ്റോ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അയാളെ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. മദ്യപിക്കാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി പറയുക. കുറച്ച് കാലത്തേക്ക് ഓട്ടോ ഓടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് സസ്പെൻഡ് ചെയ്തേക്കുക. അതൊക്കെയാണ് ചെയ്യാൻ. ഇപ്പോൾ ഇയാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഓട്ടോ വരുമാനം കൂടെ അല്ലെങ്കിൽ ആ കുടുംബം പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. മിക്ക ബസ്സുകാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മദ്യപിച്ച് ലക്കുലകാനും ഇല്ലാണ്ട് വണ്ടി ഓടിക്കുക, അങ്ങ് പാട്ടും വെച്ച് അങ്ങനെ ഓടിച്ചേക്കും. റോട്ടിൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും പറ്റുമോ, ബസ്സിൽ ഇത്രയും ജീവനുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ എന്നുള്ള ബോധമൊന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇല്ല. അവർക്ക് ഇത് അങ്ങനെ ലേശം ഒന്ന് കുടിച്ചിട്ട് ഈ വണ്ടി ഓടിക്കാന്ന് പറയുമ്പോൾ ആകാശത്തു കൂടെ വിമാനം ഓടിക്കുന്ന ഫീലാണ്.
എന്ത് പറയാനാണല്ലേ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം കണ്ട സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.